ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ LDFന് വലിയ മുന്നേറ്റം ഉറപ്പാണെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിലെ ജനപങ്കാളിത്തം ഏറെ പ്രതീക്ഷാജനകമാണെന്നും ഉയർന്ന പോളിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണിക്കാണ് കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യതയെന്നുമാണ് മെഹബൂബ് പറയുന്നത്. നവകര സഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാം ജനങ്ങൾ ഇടതിന്റെ ഭരണ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ പ്രതിഫലനം നാളെ വോട്ടെണ്ണൽ തുടങ്ങിയതിനൊപ്പം തന്നെ വ്യക്തമാകുമെന്നും മെഹബൂബ് പറയുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ അധികാരം LDFന് ഉറപ്പാണെന്നാണ് മെഹബൂബ് പറയുന്നത്. UDF കോർപ്പറേഷൻ നേടുമെന്ന അവകാശവാദം ഇന്ന് രാത്രിയോടെ തന്നെ അപ്രസക്തമാകുമെന്നും ജനങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷ ഭരണത്തോടുള്ള വിശ്വാസം വീണ്ടും പ്രകടിപ്പിക്കുമെന്നുമാണ് മെഹബൂബിന്റെ അഭിപ്രായം. നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ചില മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ സീറ്റുകൾ ഉൾപ്പെടെ ഇടതുമുന്നണി നേടുമെന്നും ജില്ലയിൽ 2 അധികാര മുനിസിപ്പാലിറ്റികൾ കൂടി LDF പിടിച്ചെടുക്കുമെന്നും ആത്മവിശ്വാസത്തിൽ മെഹബൂബ് പറയുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായുള്ള UDF സഖ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് മെഹബൂബ് രംഗത്തെത്തിയത്. ഈ സഖ്യം UDFനെ ഒരു വർഗീയ മുന്നണിയാക്കി മാറ്റിയെന്നും ജമായത്തെ ഇസ്ലാമിയുമായി കൈകോർത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നത് കേരള ജനതയുടെ മതേതര മൂല്യങ്ങൾക്ക് എതിരാണെന്നും ആരോപിച്ചു. മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഈ സഖ്യത്തിനെതിരെ വലിയ എതിർപ്പുണ്ടെന്ന് മെഹബൂബ് പറയുകയാണ്. വർഗീയത പടർത്തുന്ന സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അതിന്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ UDFന് നേരിടേണ്ടി വരുമെന്നും മെഹബൂബ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണി ഒരിക്കലും ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടിയിട്ടില്ലെന്നും മതേതരത്വമാണ് അവരുടെ നിലപാടെന്നും 4 വോട്ടുകൾക്കായുള്ള ഒത്തുകളികൾക്ക് ഇടതുപക്ഷം കടക്കില്ല എന്നും മതേതര മൂല്യങ്ങളും സാമൂഹിക ഐക്യവും സംരക്ഷിക്കണമെന്നാണ് LDFന്റെ അടിസ്ഥാന നിലപാടെന്നും മെഹബൂബ് പറയുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവയാണ് ആളുകളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചത്. ജനങ്ങളുടെ ഈ പിന്തുണയാണ് LDFന് തുടർച്ചയായ വിജയം നൽകുന്നതും. കൂടാതെ BJPയുടെ വോട്ടു കച്ചവട ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യാതൊരു നേട്ടവും ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. BJPയുടെ വോട്ട് കുറഞ്ഞു കാണുകയാണെങ്കിൽ അവർ നടത്തിയ ഇടപാടുകൾ പരാജയപ്പെട്ടുവെന്നാണ് അതിനർത്ഥം. കൂടാതെ RMPക്ക് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ യാതൊരു സ്വാധീനവുമില്ല. അതുകൊണ്ട് തന്നെ ഒഞ്ചിയത്തെ ഇത്തവണ ഇടതുമുന്നണി ഭരണം പിടിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം തീവ്രമായിരിക്കുമ്പോഴും ഇടതുപക്ഷ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നത്. വോട്ടെടുപ്പിന് ഉണ്ടായ ചില ചെറിയ പ്രശ്നങ്ങളും പരാതികളും ഒഴിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ സമാധാനപരമായ പോളിംഗ് ആണ് നടന്നത്. ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടലാണ് വോട്ടെടുപ്പിന്റെ ക്രമസമാധാനം ഉയർത്തിപ്പിടിച്ചത്. കേന്ദ്രസേനയുടെ സാന്നിധ്യം ചില പ്രദേശങ്ങളിൽ ഗുണം സൃഷ്ടിച്ചെങ്കിലും പൊതുവെ ജനങ്ങൾ തന്നെ രാഷ്ട്രീയ ബോധത്തോടെ വോട്ടെടുപ്പിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് LDFന് അനുകൂലമായ പ്രതിഫലിക്കാൻ ഇടയായതും. കൂടാതെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ പ്രകാരം മുന്നോട്ടു പോകുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPIM ജില്ലാ നേതൃത്വവും. ജനങ്ങളുടെ നിലപാട് വ്യക്തവും ഉറച്ചതുമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് മതേതര രാഷ്ട്രീയ ശക്തികൾക്ക് വലിയൊരു ഉറപ്പ് നൽകുന്ന ദിനമാണെന്നും മെഹബൂബ് വിലയിരുത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണത്തെയും തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിക്കുമ്പോൾ ജനങ്ങളുടെ നിലപാട് LDFന് അനുകൂലമായി തന്നെയാണെന്ന് രാഷ്ട്രീയ വിലയിരുത്തലുകളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉയർന്ന പോളിംഗ് ശതമാനം, ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിനുള്ള അടിസ്ഥാന പിന്തുണ, കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേമ നടപടികളുടെ പ്രതിഫലനം ഇവയെല്ലാം ചേർന്നാണ് ജില്ലാതലത്തിൽ LDFന് ശക്തമായ മുന്നേറ്റ സാഹചര്യം കാണുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ മുതൽ ഗ്രാമപഞ്ചായത്തുകളോളം ജനങ്ങൾ ഇടതുപക്ഷ ഭരണത്തോട് കാണിച്ച വിശ്വാസം തുടരുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഭരണസമയത്ത് നടപ്പാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികളും റോഡുകളും ആരോഗ്യ മേഖലയും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും LDFന് ശക്തമായ പ്ലസ് പോയിന്റുകൾ തന്നെയാണ്. അതിനൊപ്പം പ്രതിപക്ഷ സഖ്യമുണ്ടാക്കിയ വിവാദങ്ങളും വർഗീയ ധ്വനി ഉയർത്തുന്ന കൂട്ടുകെട്ടുകളെ ജനങ്ങൾ സംശയനോട്ടത്തോടെയുമാണ് കാണുന്നത്. ഈ സാഹചര്യം LDFനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്.
വോട്ടെടുപ്പ് ദിനത്തിൽ ജില്ലയിൽ കണ്ടത് സമാധാനപരമായ ജനകീയമായ പങ്കാളിത്തമാണ്. ഓരോ ബൂത്തിലുമുള്ള സജീവ വോട്ടെടുപ്പും യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തവും LDFിനോടുള്ള നിലനിൽക്കുന്ന വിശ്വാസം വീണ്ടും ഉറപ്പിച്ചതുപോലെയാണ് തോന്നിയത്. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തവുമാണ്.